നമ്മൾ ഇപ്പം കാണുന്നൊരു തിരുവനന്തപുരം വിഴിഞ്ഞം അങ്ങോട്ട് വളർന്ന് തുടങ്ങിയതേ ഉള്ളൂ. അപ്പം ഈ കാണുന്ന തിരുവനന്തപുരം 10 വർഷം കഴിഞ്ഞാൽ തിരുവനന്തപുരം ഇങ്ങനെ ഈ വിഴിഞ്ഞം കാരണം മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്, വേറെ ഒന്നും വിചാരിച്ചല്ല. വിഴിഞ്ഞത്തെ കുറിച്ച് എനിക്ക് ഈ നേരത്തെ തൊട്ടുള്ള എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. വിഴിഞ്ഞം മൂലം മാത്രം 10 വർഷം കഴിയുമ്പോൾ തിരുവനന്തപുരം ഇങ്ങനെ ആയിരിക്കും, ഇന്നത്തെ ഉണ്ടാവുക? തീർച്ചയായിട്ടും അല്ല. കാരണം നമ്മളിപ്പോ ലോകമെമ്പാടുമുള്ള ഈ മിന്നിത്തിളങ്ങുന്ന നഗരവൽക്കരണങ്ങളെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, കഥകളിൽ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ കാണുമ്പോഴൊക്കെ നമുക്കറിയാം, ദുബായ് ആയാലും സിംഗപ്പൂർ ആയാലും ഹോങ്കോങ് ആയാലും ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും മികച്ച നഗരങ്ങളായി ഇന്ന് വിളങ്ങുന്ന എല്ലാ നഗരങ്ങളും ഇതുപോലെ ഒരു തുറമുഖമായി തുടങ്ങിയതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു നഗരവൽക്കരണത്തിൻ്റെ ഒരു കുതിച്ചുചാട്ടം എന്നുള്ളത് കാണണമെങ്കിൽ അത് തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സത്യത്തിൽ നഗര ഗ്രാമ വ്യത്യാസമില്ല. ശരിക്കും ഇതിനൊരു ഒറ്റ ഒരു നഗരമെന്നോ വേണമെങ്കിൽ ഗ്രാമമെന്നോ നമുക്ക് വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ് കേരളം. എന്റെ കാഴ്ചപ്പാടിൽ 10 വർഷം കഴിയുമ്പോൾ ഉണ്ടാവുന്ന തിരുവനന്തപുരത്തിലുണ്ടാകുന്ന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇന്ന് ഇപ്പൊ ഈ സംസാരിക്കുന്ന നമുക്ക് രണ്ടുപേർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്താണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ തന്നെ മാറും. അതെ അതെ, തീർച്ചയായിട്ടും വികസന വിസ്മയം എന്ന് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ഒരു വികസന വിസ്മയം തീർക്കുന്ന പാതയിൽ തന്നെയാണ് നമ്മളിവിടെ വിഴിഞ്ഞത്ത് നാന്തി കുറിച്ചിരിക്കുന്നത്. അപ്പൊ അതില് പ്രത്യേകിച്ച് ഒരു സംശയവും ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം ഈ പറഞ്ഞ നമ്മൾ ഈ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെയൊക്കെ പരിണാമ ഫലങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയാണ് നമ്മൾ ഇതിനൊക്കെ ഒരു തുടക്കം കുറിച്ചിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഇനി ഇപ്പം അടുത്ത മാസം എന്താണ് ചെയ്യേണ്ടത്, അടുത്ത 6 മാസത്തിൽ എന്താണ് ചെയ്യേണ്ടത്, അടുത്ത 2 വർഷത്തിൽ എന്താണ് ചെയ്യേണ്ടത്, അടുത്ത 5 വർഷത്തിൽ എന്താണ് ചെയ്യേണ്ടത്, അടുത്ത 10 വർഷത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം വളരെ വ്യക്തമായ ഒരു ബ്ലൂ പ്രിന്റ് നമ്മളിപ്പോൾ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ആദ്യത്തെ വർഷം വളരെ സ്ട്രാറ്റജിക് ആയിട്ടാണ് ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് എന്ന നിലയിൽ വിഴിഞ്ഞത്തെ നമ്മൾ സ്ഥാപിച്ചത്. കാരണം അങ്ങനെ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായിട്ട് സ്ഥാപിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇന്ന് ആഗോള മാരിടൈം ഭൂപടത്തിൽ വിഴിഞ്ഞത്തിനൊരു പ്രമുഖമായ സ്ഥാനമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും മികവാർന്ന ഒരു സവിശേഷത എന്താണോ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു ആസ്പെക്റ്റ് എന്താണോ അത് നോക്കി നമ്മൾ അത് പ്രൊജക്റ്റ് ചെയ്തു. അതിൽ കൃത്യമായി ആ പറഞ്ഞ പാതയിൽ തന്നെ നമ്മൾ പ്രവർത്തിച്ചു. അതിൽ നാം പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചു. അപ്പോൾ ഈ പറയുന്ന ലോകമെമ്പാടും ഇന്ന് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത പടിയായിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ കയറ്റുമതി ഇറക്കുമതി ആരംഭിക്കും. കയറ്റുമതി ഇറക്കുമതി ആരംഭിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായി കഴിഞ്ഞിട്ടുണ്ട്. അവസാന ഒരു അനുമതിയും കൂടെ ഇനി നമുക്ക് ആവശ്യമാണ്. അതും കൂടെ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ഇനി നിരക്കിലേക്ക് നമ്മുടെ കണ്ടെയ്നറും നമ്മുടെ ഗുഡ്സും ഇറങ്ങും. അതും ഇൻക്രിമെൻ്റലായിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. അതായത് ഇവിടെ വരുന്ന വാല്യത്തിൻ്റെ ആദ്യം 1%, 2%, 3% എന്ന രീതിയിൽ മാത്രമേ നമ്മൾ ആരംഭിക്കുകയുള്ളൂ. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള വികസനം എന്നുള്ളത് 2028 പൂർത്തീകരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ആരംഭത്തിൽ 2015 കരാർ ഒപ്പിട്ട സമയത്ത് ഇതിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള വികസനം 2045 തീർക്കും എന്നുള്ളതായിരുന്നു. കാരണം ആ സമയത്ത് നമ്മൾ വിചാരിച്ചിരുന്നത് ഇത് പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം തുടർച്ചയായി 3 വർഷങ്ങൾ ഇതിൻ്റെ സ്ഥാപിത ശേഷിയുടെ 75% കൈവരിക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് 2ാം ഘട്ട വികസനത്തിലേക്ക് പോകാം എന്നുള്ളതായിരുന്നു. നമ്മൾ ആദ്യത്തെ വർഷം തന്നെ സ്ഥാപിത ശേഷിയുടെ 120%. അപ്പൊ അതിന് അങ്ങനെ നമുക്ക് നമ്മുടെ സ്ഥാപിത ശേഷിയെക്കുറിച്ചും നമ്മുടെ സാങ്കേതിക വിദ്യയെക്കുറിച്ചും നമ്മൾ ഇവിടെ നൽകുന്ന സേവനത്തെക്കുറിച്ചും പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു, പൂർണ്ണമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതിലുപരിയായി ഇന്ന് നമുക്ക് ഈ പറയുന്ന സമുദ്രാധിഷ്ഠിത വ്യവസായത്തിൽ അല്ലെങ്കിൽ സമുദ്രാധിഷ്ഠിത ചരക്ക് നീക്കത്തിൻ്റെ ആ ഒരു വിപണിയിലുള്ള അവസരങ്ങളും സാധ്യതകളും എത്രമാത്രം വലുതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പം അത് നമ്മളിപ്പോൾ കൈവിടാൻ പാടില്ല എന്നുള്ള ഒരു മത്സരക്ഷമതയുണ്ടല്ലോ, ആ മത്സരക്ഷമതയും കുറച്ചുണ്ടായിരുന്നു നമുക്ക്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പിന്നെ കരാറുകാരുമായിട്ട് വീണ്ടും ചർച്ചകൾ നടത്തി, നെഗോസിയേഷൻസ് നടത്തി 17 വർഷം മുന്നിട്ടാണ് നമ്മളിപ്പോൾ
പൂർണ്ണ വികസനത്തിലേക്ക് പോകുന്നത്. 2045 പൂർത്തീകരിക്കേണ്ട എല്ലാ നിർമ്മാണവും 2028 നമ്മൾ പൂർത്തീകരിക്കുകയാണ്. അപ്പൊ ഈ 2028 ഇത് പൂർത്തീകരിച്ചു വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ കയറ്റുമതി ഇറക്കുമതി എന്നുള്ളതും നമുക്ക് കുറച്ചുകൂടി വിപുലമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. കാരണം ആ സമയത്ത് നമുക്ക് നാഷണൽ ഹൈവേയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചരക്ക് നീക്കത്തിന് മാത്രം വേണ്ടിയിട്ടുള്ള ഒരു ക്ലോവർ ലീഫ് സ്ട്രക്ചർ റോഡ് മാർഗേനയുള്ളത് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കും. അതെ 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 വികസനത്തിന്റെ പാതയിലാണ്, സംശയമില്ല. നമ്മൾക്ക് ഇനി തർക്കത്തിന്റെ വിഷയമില്ല. അപ്പം ഇത് ചരക്ക് നീക്കം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇനിയും പല സ്ഥലങ്ങളിലേക്ക് തുടങ്ങും റോഡ് മാർഗം. അപ്പം അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങൾ എവിടെ വരെ, റോഡ് നിർമ്മാണം, റെയിൽവേ, അങ്ങനത്തെ പ്ലാനുകൾ. കാരണം ഇത് ഇവിടുന്ന് കൊണ്ടുപോകാൻ, അതായത് ഈ ഇവിടെ വരുന്ന സാധനം ഇവിടുന്ന് തന്നെ റോഡ് മാർഗമോ അല്ലെങ്കിൽ റെയിൽ മാർഗമോ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ? അത് എവിടം വരെ ആയിട്ടുണ്ട്? അതെ. അപ്പോ ഇനി വരും വർഷങ്ങളിൽ, അതാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചു തുടങ്ങിയത്, വരും വർഷങ്ങളിലുള്ള നമ്മുടെ വികസന രേഖ എന്നുള്ളതും നമ്മൾ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ സമയബന്ധിതമായി എങ്ങനെയാണ് പൂർത്തീകരിക്കണം എന്നുള്ളതും എല്ലാം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ റോഡ് മാർഗേനയുള്ള ചരക്ക് നീക്കത്തിന് നിലവിൽ നമ്മുടെ ഒരു അപ്രോച്ച് റോഡ് ഇപ്പോൾ തയ്യാറാണ്. അതായത് നിലവിലുള്ള NH-66 പോർട്ടിനെ ബന്ധിപ്പിക്കുന്ന ഒരു അപ്രോച്ച് റോഡ്. അപ്പോൾ അതിലൂടെ സാധാരണ ജനങ്ങൾക്കും സാധാരണ ഗതാഗതത്തിനും ഒരു തടസ്സം വരാത്ത രീതിയിൽ പോകാവുന്ന ട്രക്കുകൾ മാത്രമേ നമ്മൾ അതിലൂടെ കൊണ്ടുപോവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരംഭത്തിൽ നമ്മൾ വളരെ കുറച്ച് മാത്രമേ കയറ്റുമതി ഇറക്കുമതിക്കായിട്ട് ട്രക്കുകൾ നിരത്തിലേക്ക് ഇറക്കുകയുള്ളൂ. അതിനുശേഷം ഈ ചരക്ക് നീക്കത്തിന് മാത്രമായി നമ്മൾ ഒരു ക്ലോവർ ലീഫ് സ്ട്രക്ചർ എന്നുള്ള നിലയിൽ, നമ്മൾ ഇപ്പം ചെന്നൈയിലെ ഗിണ്ടിയിലൊക്കെ നമ്മൾ ഒരു ക്ലോവർ ലീഫ് സ്ട്രക്ചർ കണ്ടിട്ടുണ്ട്. അപ്പം അതുപോലെ ഇന്ത്യയിൽ 1-2 ഭാഗത്തുണ്ട്. അപ്പം അതിനെ ആസ്പദമാക്കി കുറച്ചുകൂടി വിപുലമായിട്ടുള്ളൊരു ക്ലോവർ ലീഫ് സ്ട്രക്ചർ നമ്മൾ ഡിസൈൻ ചെയ്ത് അതിൻ്റെ എല്ലാ പഠനങ്ങളും പൂർത്തീകരിച്ച് ഇപ്പോൾ കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട്, നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നൽകിയിട്ടുണ്ട്. അവരുടെയും ആദ്യ ഘട്ട പരിശോധനയൊക്കെ കഴിഞ്ഞു, തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫോർമലായിട്ടുള്ള ഔപചാരികമായിട്ടുള്ള ഒരു അംഗീകാരം നമുക്കതിന് ആവശ്യമാണ്. അത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെയും പ്രവൃത്തി ആരംഭിക്കാനായിട്ട് സാധിക്കും. ഒപ്പം ഈ റെയിൽ മാർഗേന പോവുക എന്നുള്ളതും മറ്റൊരു മാർഗമാണ്. അപ്പോൾ റെയിൽ നമ്മളിപ്പോൾ വിഴിഞ്ഞം മുതൽ ബാലരാമപുരം വരെയുള്ള ഏകദേശം 10 കിലോമീറ്റർ വരുന്ന ഒരു തുരങ്കപാതയാണ് ഇപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് കൊങ്കൺ റെയിൽവേ ആണ് ഇതിൻ്റെ ഇന്ത്യയിൽ ഏറ്റവും ഉചിതമായി തുരങ്കപാതകൾ നിർമ്മിച്ച് ശേഷിയുള്ളവർ അവരാണ്. അപ്പോൾ കൊങ്കൺ റെയിൽവേ ആണ് ഇതും ചെയ്യാൻ പോകുന്നത്. അവരുടെയും ഒരു വലിയ ബൃഹത്തായിട്ടുള്ളൊരു പദ്ധതിയായിരിക്കും. കാരണം ഈ 10 കിലോമീറ്ററിൽ ഏകദേശം 9.4 കിലോമീറ്ററോളം തുരങ്കപാത തന്നെയായിരിക്കും. അപ്പോൾ അത്രയും വലിയൊരു ടണൽ അവരും ഇത്തരത്തിലുള്ള ഒരു നിരത്തിൽ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇപ്പോൾ കുറച്ച് സേഫ്റ്റി സ്റ്റഡീസും ഒക്കെ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ക്യാബിനറ്റിൻ്റെ അപ്രൂവലും ഏസും എല്ലാം ആയിട്ടുണ്ട്. ഉടനെ തന്നെ അതിൻ്റെ ടെൻഡർ വിളിക്കുന്നതിലേക്ക് നമ്മൾ നീങ്ങുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും സുരക്ഷാ മാർഗങ്ങളും ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അതിൻ്റെ പ്രവൃത്തികൾ നമ്മൾ ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ അതും ഈ വരുന്ന ഒരു 2-3 മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും തുരങ്കപാതയുടെയും ആരംഭം നമുക്ക് കുറിക്കാനായിട്ട് സാധിക്കും. അതേസമയം നമ്മൾ ബാലരാമപുരത്ത് ഇപ്പോൾ തന്നെ, അതായത് ഈ തുരങ്കപാത വിഴിഞ്ഞത്തുനിന്നും ബാലരാമപുരത്താണ് പോയി നിൽക്കുന്നത്. അവിടെ തൊട്ട് നമ്മുടെ റെയിൽവേ ലൈൻ ഉണ്ട്. അപ്പോൾ അവിടെ റെയിൽവേ ഡബ്ലിംഗ് ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാലരാമപുരത്ത് നമ്മുടേതായിട്ടുള്ളൊരു യാർഡ് നിർമ്മിക്കുവാനായിട്ട് നമ്മൾ റെയിൽവേസിന് ഓൾറെഡി തുക കൈമാറി കഴിഞ്ഞു. 235 കോടി നമ്മൾ റെയിൽവേസിന് ഓൾറെഡി നൽകി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ യാർഡ് ബാലരാമപുരത്ത് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവൃത്തി ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന 2028 കൂടി ഒരുമിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ഒരു സമയക്രമമാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. ഇനി ഇത് രണ്ടും മാത്രമല്ലാതെ നമുക്ക് കേരളത്തിൽ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് തുറമുഖങ്ങളുണ്ട്. അപ്പോൾ ആ തുറമുഖങ്ങളിലൂടെയൊക്കെ നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഈ പറയുന്ന വലിയ പടുകൂറ്റൻ കപ്പലുകൾ നമുക്ക് വിഴിഞ്ഞത്ത് മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ. പക്ഷേ ഇവിടെ കൊണ്ടുവരുന്ന ഈ കണ്ടെയ്നറുകൾ ചെറിയ ഫീഡർ വെസൽസിൽ തിരിച്ചെടുത്തുകൊണ്ട് പോകാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ തുറമുഖത്തിൽ ചെറിയ ഫീഡർ വെസലുകൾ വരുന്നുണ്ട്. ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലേക്കും വന്ന് ചരക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ കേരളത്തിൻ്റെ
പിന്നെ മറ്റു തുറമുഖങ്ങളിലേക്കും ഈ പറയുന്ന ഫീഡർ സർവീസസ് നമുക്ക് ആരംഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പം ബേപ്പൂർ ആണെങ്കിലും അഴീക്കലാണെങ്കിലും മറ്റു തുറമുഖങ്ങൾ കേരളത്തിലും ഉള്ള തുറമുഖങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരു പക്ഷേ അത്രമാത്രം പ്രവൃത്തികൾ അവിടെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിലും, അതായത് ഇപ്പോൾ അധികം ഫങ്ഷണൽ അല്ലാത്ത കുറച്ച് തുറമുഖങ്ങളുണ്ട്, പക്ഷേ ഇതുപോലെ തന്നെ അനവധി സാധ്യതകളുള്ള തുറമുഖങ്ങളുണ്ട്. അപ്പൊ അത് കണ്ടിട്ടാണ് അത് ഇപ്പൊ ബേപ്പൂറും അഴീക്കലും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതെ അതെ. അപ്പൊ ഇൻലാൻഡ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്, ഇൻലാൻഡ് കോസ്റ്റൽ ഷിപ്പിംഗ് എന്ന് പറയുന്നതിന് നമ്മൾ പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പം നമ്മൾ പണ്ട് ഈ ഒരു സ്ട്രിങ് ഓഫ് പേൾസ് എന്ന് പറയുന്ന പോലെ ശരിക്കും കേരളത്തിനുള്ളിൽ തന്നെ ഇത്തരം തുറമുഖങ്ങൾ വരുമ്പോൾ അപ്പോൾ അവിടെ നിന്നും വീണ്ടും നിരത്തിലേക്ക് പോകാനുള്ളൊരു മാർഗ്ഗമുണ്ട്. വിഴിഞ്ഞത്ത് തന്നെ എല്ലാ ചരക്കും ഇറങ്ങണം എന്നില്ലല്ലോ. അപ്പോൾ ബേപ്പൂർ പോയിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങാനായിട്ടുള്ള സാധ്യത ഉണ്ടാവും, അഴീക്കൽ പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങാനുള്ള സാധ്യതകളുണ്ടാവും. അപ്പോൾ അവിടെ എല്ലാം പ്രാദേശികമായിട്ട് വികസനത്തിന് നമ്മൾ ഓരോ വാതിലുകൾ ഇങ്ങനെ തുറന്നു കൊടുക്കുക ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു അവസരം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് വിഴിഞ്ഞം തുറമുഖത്തിലിരുന്ന് സംസാരിക്കുമ്പോഴേ നമുക്കറിയാം തിരുവനന്തപുരം എയർപോർട്ട് എന്ന് പറയുന്നത് വളരെ അടുത്താണെന്നുള്ളത്, അല്ലേ? അപ്പോൾ എയർ കാർഗോ സർവീസസ് വേറെ ഒരെണ്ണമുണ്ട്. ഇനി അത് കൂടാതെ തന്നെ നമ്മളിപ്പോൾ രണ്ടാം ഘട്ടം ഇവിടെ വികസനം ആരംഭിച്ചു കഴിഞ്ഞു. ഈ രണ്ടാം ഘട്ട നിർമ്മാണം എന്ന് പറയുന്നതിൽ ഇപ്പം നമുക്കിവിടെ കണ്ടെയ്നർ ടെർമിനൽ മാത്രമേ ഉള്ളൂ, അതായത് ചരക്ക് ഗതാഗതം മാത്രം വരുന്ന ഒരു തുറമുഖമാണ് ഇപ്പോൾ ഇത്. അപ്പം ഇവിടെ നമ്മളിവിടെ നിന്ന് കണ്ടാൽ നമുക്ക് ഒരു വലിയൊരു പുലിമുട്ട് കാണാനായിട്ട് സാധിക്കും. ആ പുലിമുട്ടെന്ന് പറയുന്നത് ശരിക്കും ഒരു എഞ്ചിനീയറിംഗ് മാർവലാണ്. ഇന്ത്യയിൽ വേറൊരു സ്ഥലത്തും ഇത്രയും വലിയ ഒരു പുലിമുട്ട്, ഇത്രയും ആഴത്തിലുള്ള ഒരു പുലിമുട്ട് ഉണ്ടാക്കിയതായിട്ട് ഞങ്ങൾക്കറിയില്ല. അപ്പം പുലിമുട്ട് ഇനി രണ്ടാം ഘട്ടത്തിൽ 1 കിലോമീറ്റർ കൂടി, ഏകദേശം 1 കിലോമീറ്റർ കൂടി നമ്മൾ വർദ്ധിപ്പിക്കും. അപ്പോൾ ഏകദേശം 4 കിലോമീറ്ററോളം നീളം വരും ഈ പുലിമുട്ടിന് മാത്രം. അപ്പോൾ പുലിമുട്ടിൽ നമ്മൾ 2 ബർത്തുകൾ, മൾട്ടിപർപ്പസ് ബർത്തുകൾ കൂടി നിർമ്മിക്കാനായിട്ട് പദ്ധതി ഇട്ടിട്ടുണ്ട്. മാസ്റ്റർ പ്ലാനിൽ അതിൻ്റെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ 2 മൾട്ടിപർപ്പസ് ബർത്ത് പുലിമുട്ടിൽ നമ്മൾ രണ്ടാം ഘട്ടത്തിൽ നിർമ്മിച്ച് കഴിയുമ്പോൾ കണ്ടെയ്നർ ടെർമിനൽ മാത്രമല്ലാതെ ബൾക്ക് കാർഗോയുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ ഇതിലൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത്. അപ്പോൾ ഈ കണ്ടെയ്നർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണല്ലോ പോർട്ടിൻ്റെ. അപ്പോൾ അതല്ലാതെ ബാക്കി അനവധി മൂല്യാധിഷ്ഠിത സേവനങ്ങളുണ്ട് ഒരു പോർട്ടെന്ന് പറയുമ്പോൾ. അപ്പോൾ അതിനെ കൂടി പ്രയോജനപ്പെടുത്താനാണ് ഈ പറയുന്ന മൾട്ടിപർപ്പസ് ബർത്ത് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇപ്പം ബൾക്ക് കാർഗോയുണ്ട്, ലിക്വിഡ് കാർഗോയുണ്ട്, ഫ്യൂവൽ ഓയിൽ കൊണ്ടുവരുന്ന കാർഗോയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ക്രൂസ് വെസൽസ് വരാനായിട്ട് സാധ്യതകൾ ഒരുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപർപ്പസ് ബർത്തുകൾ വേണം. അപ്പോൾ അങ്ങനെ 2 മൾട്ടിപർപ്പസ് ബർത്ത് നമ്മുടെ പുലിമുട്ടിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ യാർഡിലേക്ക് വരാൻ സാധിക്കില്ല, കാരണം സേഫ്റ്റി ഹസാർഡ്സ് ഉണ്ട് കണ്ടെയ്നർ ടെർമിനലായതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ എതിർവശമാണ് പുലിമുട്ട് എന്നുള്ളതുകൊണ്ട് അവിടെയാണ് ഈ 2 ബർത്തുകളും നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം 400 മീറ്റർ വീതമുള്ള 2 ബർത്തുകൾ അവിടെയും വരും. അപ്പോൾ അവിടെ ക്രൂസ് വെസൽസ് വരാനായിട്ടുള്ള സജ്ജീകരണം നമ്മൾ ഒരുക്കി കഴിയുമ്പോൾ പിന്നെ അത് മറ്റൊരു വലിയൊരു വ്യവസായത്തിലേക്ക് അത് പോകും. അപ്പൊ അതും സാധാരണക്കാര് എന്നെ കാണുമ്പോ ഇതൊന്നും സാധാരണ എത്തിയിട്ടില്ല. വരുമെന്ന് പറയുന്ന കാര്യം എത്തിയിട്ടില്ല. അപ്പൊ അത് ആശയം മാത്രമല്ല, ഐഡിയ മാത്രമല്ല, ഇപ്പൊ അത് പ്രാവർത്തികമാവുകയാണ്. ഇപ്പൊ മാസ്റ്റർ പ്ലാനിൽ മാറ്റം വരുത്തി കഴിഞ്ഞു നമ്മൾ. അപ്പൊ അതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മൾട്ടിപർപ്പസ് ബർത്ത് വന്നു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് ഈ പറഞ്ഞ പോലെ മറ്റൊരു മുഖമായിരിക്കും തിരുവനന്തപുരത്തിന് ഉണ്ടാവുക എന്നുള്ളതിന് വേറൊരു എടുത്തുകാട്ട് കൂടിയാണ് പറഞ്ഞ കാര്യം. അത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊച്ചിയിലൊരു ആഡംബര കപ്പൽ വന്നു പറയുമ്പോൾ അത് വലിയ വാർത്തയാവുന്ന, അത് കാണാൻ ആളുകൾ പോകുന്ന, എപ്പോഴും അങ്ങനെ തന്നെയാണ്. നാളെ അത് തിരുവനന്തപുരത്ത് 28 അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ 30. അതെ തീർച്ചയായിട്ടും. അപ്പൊ ഇപ്പൊ തന്നെ ശരിക്കും നമുക്കിവിടെ കപ്പലുകൾ വരുമ്പോ, വലിയ കപ്പലുകൾ വരുമ്പോ സാധാരണ പല ദേശത്തു നിന്നുള്ള ക്രൂ ആയിരിക്കും അകത്തുണ്ടാവുക. കപ്പൽ ജീവനക്കാരെന്ന് പറയുമ്പോൾ ഇപ്പം അങ്ങ് ആഫ്രിക്ക മുതൽ പോളണ്ട് മുതൽ ബംഗ്ലാദേശ് വരെയുള്ള ഒരുപാട് ജീവനക്കാരെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ കാണുന്നവരെല്ലാവരും പറയുന്ന ഒറ്റ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം, ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പോർട്ടിൽ വന്ന് നിൽക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യമാണെന്നാണ്. അപ്പോൾ വരുന്നവർക്ക് ഒന്ന് നമ്മുടെ സേവന മികവ് അവർക്ക് വളരെ റിലയബിൾ ആണ് എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും വരാൻ ആഗ്രഹിക്കും. രണ്ടാമത്തത്, ഈ വരുന്ന ആളുകൾക്ക് അവരിവിടെ വന്ന് 24 മണിക്കൂറാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും ആ സമയം വളരെ പ്ലസൻ്റ് ആയിട്ട് സൗകര്യപൂർവ്വമുള്ള ഒരു സമയമാണെന്നും
ഭവിക്കാറുണ്ട്. അപ്പം അതിലും നമുക്കിപ്പോൾ ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിൻ്റെ സ്റ്റേറ്റസ് കിട്ടിയിട്ടുണ്ട്, ഇൻറ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റിൻ്റെ സ്റ്റേറ്റസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ICP സ്റ്റേറ്റസ് കിട്ടിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് ഇടയ്ക്ക് കോവിഡ് കാലത്ത് പ്രത്യേക അനുമതി വാങ്ങിച്ചിട്ട് നമ്മൾ ക്രൂ ചേഞ്ച് നടത്തുന്നുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഇനി നമുക്ക് ഈ വരുന്ന ജീവനക്കാർക്ക് എല്ലാവർക്കും ഒന്ന് ക്രൂ ചേഞ്ച് നടത്താനായിട്ട്, അപ്പോൾ ക്രൂ ചേഞ്ച് നടത്തുക എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വിവിധ ദേശങ്ങളിൽ നിന്നും വരുന്ന ജീവനക്കാർ, കപ്പൽ ജീവനക്കാർ, നാവികർ, അവർക്ക് നമ്മുടെ നാട്ടിൽ ഇറങ്ങി ഇവിടെ സമയം ചെലവഴിച്ച് ഇവിടെ വിനോദസഞ്ചാരമൊക്കെ നടത്തി ഇവിടെ ഈ പറയുന്ന പോലെ പൈസയും ചെലവഴിച്ച് അവരുടെ സ്വന്തം നാട്ടിലേക്ക് വളരെ അടുത്തുള്ള നമ്മുടെ തുറമുഖ എയർപോർട്ടിൽ നിന്നും പോവുകയും ചെയ്യാം. അപ്പോൾ ക്രൂ ചേഞ്ചിന് ഏറ്റവും പറ്റിയൊരു ഹബ്ബാണ്, ഒരു സ്ഥലമാണ് വിഴിഞ്ഞം എന്നുള്ളതും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിപ്പോൾ നമ്മൾ ടൂറിസം വകുപ്പും കൂടിയായിട്ട് ചേർന്ന് കുറച്ച് ഇവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പാക്കേജസും വിനോദസഞ്ചാര സർക്യൂട്ട്സും ഒക്കെ ഒന്ന് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വിഴിഞ്ഞത്ത് വരുമ്പോൾ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ തന്നെ ഒരുപാട് സാധ്യതകളുണ്ട്. ആഴിമല മുതൽ പൂവാറ് മുതൽ ഒരുപാട് സാധ്യതകൾ, കോളം മുതൽ ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ ഇവിടെ തന്നെ ഉണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റിൽ ഈ പറഞ്ഞ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുള്ള ഒരു ഇടം കൂടിയാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ക്രൂ ചേഞ്ച് നടക്കുന്നില്ലെങ്കിലും ഇവർക്ക് യഥാർത്ഥത്തിൽ ഒരു ഡേ പാസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അവർക്ക് രാവിലെ കപ്പലിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്ഥലമൊക്കെ ചുറ്റി കണ്ടിട്ട് തിരിച്ചു പോകാൻ പറ്റുന്നത്. അപ്പം അത്തരത്തിലുള്ള അപ്പം അങ്ങനെ ഒരുപാട് സാധ്യതകൾ ഉള്ള ഒരു മേഖലയാണ്. അപ്പം അതെല്ലാം നമ്മൾ കാര്യക്ഷമമായിട്ട് പരിശോധിക്കുകയും അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ച് വരികയും ചെയ്യുന്നുണ്ട്. അപ്പം അതെല്ലാം തീർച്ചയായിട്ടും പ്രദേശവാസികൾക്ക് കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഇതിൻ്റെ ഈ വിസിബിലിറ്റി എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞില്ല, ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല എന്നുള്ളത്. അപ്പം അത് അറിഞ്ഞു തുടങ്ങാൻ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെ ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നു എനിക്ക്.